താനൂർ എന്ത് ജിഫ്രിയാണ്? താമർ ജിഫ്രി. എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം ഒന്ന് വിട്ടുപോട്ടെ, പ്ലീസ് മറന്നുപോകും, അല്ലെങ്കിൽ നാളെ അത് പറയും. അതായത് ഈ പോലീസ് സ്വർണം അന്വേഷിക്കുമ്പോൾ കേസെടുത്താൽ ഈ സ്വർണം ആരിൽ നിന്നാണ് വാങ്ങി വന്നത് പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല. കസ്റ്റംസ് ആണ് ഇത് പിടിക്കുന്നതെങ്കിൽ ഇന്റർനാഷണൽ ലോ ഉണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ കസ്റ്റംസിന് പോകാം ദുബായിൽ, ഇവരന്വേഷിക്കാം, അറസ്റ്റ് ചെയ്യാം. അതിവർ നടത്തുന്നില്ല, പോലീസിന് നടത്താൻ കഴിയില്ല. എന്നാൽ പോലീസിന് നടത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ കളവ് മുതലായി ഇവർ സ്വർണം കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇത് കൊടുക്കാനുള്ള ഒരാളുണ്ടല്ലോ. ഈ വരുന്ന സാധുക്കൾ ടിക്കറ്റിൻ്റെ പൈസൻ്റെ ലാഭത്തിനാ ഈ കാരിയർമാർ വരുന്നത്. 5000 10,000 ചായ പൈസയാണ് കിട്ടുന്നത്. എന്നാൽ കേരള പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? പിടിച്ച ഈ പ്രതിയിൽ നിന്ന് ഇത് കൊടുക്കേണ്ടവൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും അവൻ്റെ അടുത്തുണ്ടാവുമല്ലോ. ഒരാൾ അറസ്റ്റ് ചെയ്തോ? ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? കൃത്യമായ അന്വേഷണം, സാക്ഷിമൊഴികൾ, റെക്കോർഡുകൾ. എന്തിനാണ് ഈ സാധു പോയി പെടാൻ നിൽക്കുന്നത്? ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ഈ വാറോല 1500 ഗ്രാം പാൻറ്റും ട്രൗസറും കത്തിച്ച് അത് ഉരുക്കി വരുമ്പോൾ 950 ഗ്രാം ആവും വരെ. മുഖം തിരിച്ചിരുത്തി പ്രതികളെ മഹത്വവൽക്കരിക്കുകയാണോ? ആ മീഡിയ 1 24 ഒക്കെ കൊടുത്തതിൽ ഓല മുഖം ഇങ്ങനെ ഷെയ്ഡ് ഇരുത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പുറത്ത് വിട്ട ഈ 2 കുട്ടികളോടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേർക്ക് നേരെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഓലിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങളുണ്ട് അൻവറാക്കാന്ന് പറഞ്ഞു. അപ്പം തിരിച്ചിരിക്കേണ്ട, നേർക്ക് നേരെ ഇരുത്തി കൊടുത്തിട്ട് ഇതുവരെ ഈ നിമിഷം ഇന്ന് പോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്ന് ഞാനിതുമായി ബന്ധപ്പെടാൻ നിന്നിട്ടില്ല. അപ്പോൾ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു ഇതുവരെ അന്വേഷണമില്ല. ആരിൽ നിന്ന് കൊണ്ടുവന്നു അന്വേഷണമില്ല. ഈ ഗവൺമെന്റിന്റെ ആസ്തിയായി മാറേണ്ട സ്വർണമാണ് ഈ കൊള്ളയടിച്ചു പോകുന്നത്. ഇത് കൃത്യമായ തെളിവുകളോടുകൂടി ഞാനിവിടെ സൂചിപ്പിച്ചതാണ്. എൻ്റെ തെറ്റെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനൊന്നും പറയുന്നില്ല. ഈ നാട്ടിൽ എന്നെ MLA ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും. രാപ്പകലില്ലാതെ അധ്വാനിച്ചവരാണ്. ഞാൻ മറക്കൂല. നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീൽ ചെയറിൽ ഇങ്ങനെ വരും, മനസ്സിലായോ? അതുകൊണ്ടൊന്നും ഇവിടെ നിന്നൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട. വെടിവെച്ച് കൊല്ലേണ്ടി വരും. പറ്റുമെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ ജയിലിലടക്കേണ്ടി വരും. പലതും വരുന്നുണ്ടല്ലോ. ഞാനേതായാലും അങ്ങനെ ഒരുങ്ങി നിൽക്കുക. ഇന്നിപ്പോൾ ആ വാർത്ത വന്നപ്പോൾ ഞാൻ നമ്മളെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു, സിഗരറ്റ് നിങ്ങൾ കൊടുത്തു തരണം കേട്ടോ, ജയിലിൽ നിൽക്കുന്ന അവിടെ കിട്ടൂല. ഞാൻ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കലുണ്ട്. അത് മാത്രം നിങ്ങൾ ചെയ്തു തന്നാൽ മതി. അപ്പം ഞാൻ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും തയ്യാറെടുക്കുക. എൻ്റെ വായ ഞാൻ ഈ പറഞ്ഞവിടത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3-4 സ്വർണ്ണക്കള്ളക്കടത്തും, മാമി കേസും, റിദാൻ കേസും, താനൂർ കേസും, ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘങ്ങളുമായി ബന്ധപ്പെട്ടതിൽ ഞാനിപ്പോൾ ഒതുങ്ങി നിൽക്കുക. താനൂർ ജിഫ്രി കേസ് തങ്ങളിൽ ആ ദിവസം കംപ്ലീറ്റ് CCTV ഓഫല്ല, ഫൂട്ടേജുകൾ മുഴുവൻ എടുത്ത് പോലീസ് നശിപ്പിച്ചിരിക്കുകയാണ്. കാരണം CBI വേറെ ആരെങ്കിലും വന്നാൽ ഒരു കഷ്ണം കിട്ടിയിട്ടില്ല, ഒരു കഷ്ണം. അപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ പോവുക. അപ്പം ഇവിടെയൊക്കെ ഇതിനൊക്കെ പ്രശ്നം എന്താണ്? ആർക്കും ഈ പറയുന്ന നീതി കിട്ടാത്തതിൻ്റെ കാരണം എന്താ? അതാണ് ഞാൻ പറയുന്നത് നെക്സസ്. എന്താണ് NEXUS, നെക്സസ്. മനസ്സിലായോ? ആ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നില്ലേ? ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. ചെറുപ്പക്കാർ മനസ്സിലാക്കിക്കോളി. ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കണോലും കരുതിക്കോളി. ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ. നല്ലോണം കരുതിക്കോളി മക്കളെ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് കരുതിക്കോളി.
അപ്പോൾ ഇതിലൊരു വിഭാഗം ഭാരത് മാതാ കീ ജയ് അതും കൂടി കൂടും. ഇതൊക്കെ പാടെങ്ങനെയാ? എങ്ങനെ? ഇങ്ങനെ. മനസ്സിലായോ? മനസ്സിലായോ? വെറുതെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇതിലൊരു വിഭാഗം നേതാക്കൾ, എല്ലാവരും പറയുന്നില്ല, ഒരു കേസും തെളിയില്ല. ഇപ്പം നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഈ നിൽക്കുന്നതിൽ ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതൊന്നും ഇല്ലാത്തവരുണ്ട്, BJP ഉണ്ട്, RSS ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. ഇതൊക്കെ പാടിൻ്റെ ആൾക്കാരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നലെ DC സെക്രട്ടറി പറഞ്ഞൊരു പ്രസ്താവന, EN മോഹൻദാസ്, ഈ നാട്ടിലെ സകലമാണ്, ഞാനിത് കാണിക്കാൻ TV ഇതൊക്കെ കൊടുന്നു വെച്ചിന്, ആകെ ചവിട്ടി പൊളിഞ്ഞു പോയി. ഇന്ന കുറച്ച് വീഡിയോസ് വിടാനായിരുന്നു, നിവർത്തില്ല. ഇനിയുണ്ടല്ലോ നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട രാജ്യദ്രോഹികൾ. അന്നെടുത്ത് കേൾക്കണം നിങ്ങൾ. ഇന്നലെ അദ്ദേഹം